പക്ഷെ അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് നമ്മൾ എന്തായാലും കാറ്റ് കയറാനൊക്കെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ വീടുകളിൽ ഇരിക്കാറ്. അങ്ങനെ ജനലും വാതിലും ഒക്കെ തുറന്നിടുന്നത് ഈ പാമ്പുകൾ കയറി വരാനുള്ള സാഹചര്യം കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? അതെ, കൂടുതലാണ്. ടൈലൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. നമ്മുടെ വീടിനകത്ത് ടൈൽസിൽ കൂടെ ഇപ്പൊ പലരും പറയാറുണ്ട് ടൈലിൽ കൂടെ എഴഞ്ഞു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉറപ്പായിട്ടും എഴഞ്ഞു പോകാൻ പറ്റും. ചുവരിൽ കൂടെ കയറുമോ എന്ന് ചോദിക്കും. ചുവരിൽ കൂടെ കയറും, ഉറപ്പായിട്ടും കയറും. അതിന്റെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ തണുത്ത പ്രതലങ്ങൾ നോക്കിയാണ് വരുന്നത്. നമ്മുടെ വീടിനുള്ളില് നമ്മളെപ്പോഴും ഫാൻ ഉണ്ടാവും, എ സി ഉള്ള സ്ഥലങ്ങളുണ്ടാവും. എ സിക്ക് അകത്ത് നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് എ സിക്ക് അകത്ത് നിന്നാണ് ഒരു വില്ലൂന്നിയുടെ ഒരു 5 പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത്. എ സിയുടെ ഉള്ളിൽ നിന്നാണ്. ഒരെണ്ണം കയറി പോകുന്ന കണ്ടാണ് നോക്കിയത്. 5 എണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള തണുത്ത സ്ഥലങ്ങളിൽ അത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കിപ്പോ ബാത്റൂമില് തറയിൽ വെള്ളം വീഴുന്ന വെള്ളം ഒഴുകി പോകാനായിട്ട് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പറമ്പിലോ സിറ്റിയിലാണെങ്കിൽ അടുത്ത ഓടയിലോ എങ്ങാനും ആയിരിക്കും. അപ്പൊ അതുവഴി അത് കയറി നമ്മുടെ വീടിനകത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മെഷ് വെച്ചിട്ട് നമ്മൾ ഈ ബാത്റൂമിനകത്തുള്ള ഹോളൊന്ന് ക്ലോസ് ചെയ്യുക. വെള്ളം പോകാൻ മാത്രമായിട്ട് ചെറിയ നെറ്റ് വെച്ച് അടയ്ക്കുക. അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതും ചെറിയ നെറ്റ് വെച്ചിട്ട് വെള്ളം പോകാൻ മാത്രമായിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ അടുക്കളയിൽ നിന്ന് പോകുന്ന വെള്ളം പോകുന്ന പൈപ്പും അതുപോലെ ചെയ്യുക. വാഷിംഗ് മെഷീന് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ സാധാരണ വർക്ക് ഏരിയയിലൊക്കെയാണ് വെക്കാറ്. അതിനും ഇതുപോലെ പൈപ്പ് പുറത്തോട്ട് കിടക്കും. ആ പൈപ്പും ഇതുപോലെ തന്നെ ചെയ്യണം. ചെറിയ നെറ്റ് വെള്ളം മാത്രം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. അതിന്റെ ഉള്ളിൽ എപ്പോഴും നനവായിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും ചെന്ന് കരിയിലയൊക്കെ പറക്കാൻ വേണ്ടിയിട്ടോ ഇല വീടുന്ന എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കൈയിടുന്നത്. അതിന്റെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ്, വീടിനോട് ചേർന്ന് മരത്തിന്റെ ചില്ലകൾ ചാഞ്ഞു നിൽക്കുന്നത്, ഇതൊക്കെ ഈ നമ്മുടെ വീടിന്റെ എയർ ഹോൾ വഴി കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനലും വാതിലും നമുക്ക് ക്ലോസ് ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ തുറന്നിടുവാണെങ്കിൽ ചെറിയ നെറ്റ് വെച്ചിട്ട് നമുക്കിപ്പോ ഈ കൊതുകൊന്നും കയറാത്ത രീതിയിൽ നെറ്റ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് നമുക്ക് തൽക്കാലം നമ്മുടെ സുരക്ഷയാണ് വലുത്. അപ്പൊ പിന്നെ കുറച്ച് അതിനു വേണ്ടി ഒരു ദിവസം മെനക്കെട്ടാൽ നമുക്ക് വലിയൊരു ആപത്ത് ഉണ്ടാവാതെ രക്ഷപ്പെടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. റോഷിനി, മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പാമ്പുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ പാമ്പിന്റെ വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെയാണ്, വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചില സ്ഥലത്തൊക്കെ വെള്ളരിക്കയുടെ ഒക്കെ മണം വരുമ്പോൾ അവിടെ ഈ അണലി പോലെയുള്ള പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളരിക്ക മണക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഈ പാമ്പുകളുടെ വിഷമുള്ള പാമ്പുകളാണ് വിഷമില്ലാത്ത പാമ്പുകളാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് വെനമസ് ആയിട്ടുള്ള നോൺ വെനമസ് ആയിട്ടുള്ള കുറച്ച് പാമ്പുകളുണ്ട്. അത് നമുക്ക് ഇതാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിലിപ്പോ നമുക്ക് 5 പാമ്പുകളാണ് നമുക്ക് മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന അത്രയും വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ. നമ്മൾ ബിഗ് ഫോറില് 4 പേരുണ്ട്. പിന്നെ ഉള്ളത് രാജവെമ്പാലയാണ്, കിങ് കോബ്ര, സ്പെക്ടക്കിൾഡ് കോബ്ര, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, കോമൺ ക്രൈറ്റ്. ഇവർ 5 പേരാണ് ശരിക്കും ഒരു മനുഷ്യനെ കടിച്ചാല് മരിച്ചു പോകാൻ കഴിയുന്ന വിഷം ഉള്ള അല്ലെങ്കിൽ വെനമസ് ആയിട്ടുള്ള പാമ്പ് എന്ന് പറയുന്നത്. വെനം എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെനമസ് എന്ന് സാധാരണ പറയാറുള്ളത്. അപ്പോ ഇവർക്ക് മാത്രമാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്. ബാക്കി പാമ്പുകളെല്ലാം സാധുക്കളാണ്. ഇപ്പൊ വില്ലൂന്നി, കൊമ്പേറി എന്ന് പറയുന്നത്, ചേര, നീർക്കോലി, കാട്ടുപാമ്പ്, പിന്നെ ചുരുട്ട, ഒരുപാട് ടൈപ്പ് ഓഫ് ചുരുട്ടകൾ ഒരുപാടുണ്ട്. കാട്ടുപാമ്പുണ്ട്. അപ്പൊ ഇവരെല്ലാം, പെരുമ്പാമ്പ്, നമ്മുടെ പൈത്തൺ, ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്ന നമ്മുടെ പെരുമ്പാമ്പ്, മലമ്പാമ്പ്, ഇവരെല്ലാം നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളാണ്. അപ്പൊ നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് ഈ വെനമസ് ആയിട്ടുള്ള പാമ്പിനെ മാത്രം നമ്മൾ പേടിച്ചാൽ മതി. പക്ഷെ എല്ലാ ആൾക്കാർക്കും ഈ പാമ്പുകളെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പല സ്ഥലത്തും അവർ കാണുമ്പോൾ അതിന്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ കൃത്യമായി അതിനുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആ സ്മെല്ല് അതൊരിക്കലും പാമ്പിന്റെതല്ല, അണലിയുടെ വാതിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ശരിക്കും അണലിയുടേതല്ല, അതൊരു ചെടി പൂക്കുന്നതിന്റെ ഒരു സ്മെല്ലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും അണലി വാതിറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടോ അങ്ങനെ ഒരു സ്മെല്ല് ഒരിക്കലും ഉണ്ടാവാറില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന ചില ചെടികളൊക്കെ നട്ടു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പാമ്പുകളുമായി ബന്ധപ്പെട്ട് പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മിത്തുകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ സവാളയുടെ ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നൊക്കെ പറയും. അത്തരത്തിൽ അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നതാണോ?
ഒരിക്കലും അല്ല. പാമ്പിന് മൂക്കുള്ളത് ശ്വസിക്കാൻ മാത്രമാണ്. അതിന് മണം തിരിച്ചറിയാനുള്ള കഴിവ് അത്രത്തോളം ഇല്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ എന്തുവാണ് സർപ്പഗന്ധിയൊക്കെ പണ്ട് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇതൊന്നും ഒരു പ്രതിവിധിയല്ല. പാമ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വീടിനോട് ചേർന്ന് കൊതുമ്പ്, തൊണ്ട്, വിറക് പോലെയുള്ളതൊക്കെ അടുക്കിയൊക്കെ വയ്ക്കുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. എലി വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. പിന്നെ അടുക്കളയിലെ പല്ലി പോലെയുള്ള ജീവികളെ പിടിക്കാനാണ് നമ്മുടെ ഈ ചുരുട്ട പോലെയുള്ള ചെറിയ പാമ്പുകൾ വരുന്നത്. ആ പാമ്പിനെ കാണുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വലിയ പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാമ്പുകൾ വീട്ടിൽ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യം ഫുഡും ഷെൽട്ടറും മാത്രമാണ്. അത് പാമ്പിനെന്നല്ല, എല്ലാ വന്യജീവികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു ഷെൽട്ടർ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ചെറിയ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു വെക്കുക. ഇതുപോലെ അതിന് കയറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവിടെ ഇരിക്കില്ല. അത് ഇവൻ എവിടെന്നെങ്കിലും പുറത്തുനിന്ന് വന്ന് കയറി വന്നാൽ പോലും അത് ജസ്റ്റ് അതുവഴി ഒന്ന് കറങ്ങിയിട്ട് അത് ചിലപ്പോൾ തിരിച്ചിറങ്ങി പോകും. കാരണം അതിന് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഒരിക്കലും അത് ഇരിക്കില്ല. അത് അതിന്റെ വഴിക്ക് പൊക്കോളും. റോഷ്നി, ഈ നമ്മൾ ഈ ആൽജോയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ തലയിണയുടെ അടിയിലേക്കാണ് പാമ്പ് വന്നിരുന്നത്. അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? പൊതുവെ ഈ തലയിണയുടെ അടിയിലൊക്കെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ പാമ്പിന് കൂടുതൽ വേണ്ടത് തണുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പാമ്പ് അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? ഇല്ല, അത് തണുപ്പാണ്. അവര് തറയിലാണ് കിടന്നത്. ഞാൻ ന്യൂസ് കേട്ടതാണ്. അവര് തറയിലാണ് കിടന്നത്. അവരുടെ വീട് ടൈലിട്ട വീടാണ്. അപ്പൊ ഈ തലേണയുടെ അടിയില് ടൈലില് അതിന് നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ചൂട് എന്നൊരു സംഭവം വരുന്നില്ല. തണുപ്പല്ലേ അവിടെ. ഞാൻ കട്ടിലിന്റെ മെത്തയിൽ നിന്ന് അണലിയെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നെടുമങ്ങാട് ഭാഗത്ത് നിന്ന്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ തണുത്ത പ്രദേശമാണ്, തണുത്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അങ്ങനെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോ തലേണയില് തല വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാണണം. അല്ലെങ്കിൽ കയ്യോ എന്തെങ്കിലും എടുത്ത് പുറത്തൂടെ എങ്ങാനും ഇടുകയോ വല്ലതും ചെയ്തപ്പോൾ അതിന് ശരീരം വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരയെ എടുക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ ബൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ പാമ്പ് അങ്ങനെ വെറുതെ നമ്മളിപ്പോ പോകുന്ന ഒരാളെ അങ്ങനെ ഒരു ബൈറ്റ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഒരു അറിവില്ല. അപ്പോ അതിനെന്തേലും അങ്ങനെ ഒരു ഇത് ഉണ്ടായി കാണണം. അപ്പോഴായിരിക്കും ആ കുഞ്ഞിന് അത് ഉണ്ടായത്. പക്ഷെ മോൻ അറിഞ്ഞൂടല്ലോ, നമ്മൾ നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പ്രവോക്ക് ചെയ്യാതെ പാമ്പ് നമ്മളെ ആക്രമിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പലരും ഈ പാമ്പിനെ കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെ തല്ലിക്കൊല്ലാൻ സാധിക്കില്ല. എങ്കിലും ഇതിനെ കാണുമ്പോൾ നമ്മൾ ചിലരെങ്കിലും ഇതിനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഇതിനെ പ്രവോക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപദ്രവിക്കൂ എന്നുള്ള കാര്യം പലർക്കും അറിവുണ്ടാവില്ല ചിലപ്പോൾ. പാമ്പ് എന്ന് പറയുന്നത് ഒരു വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജീവിയാണ്. നമ്മളൊരു സംഭവം ഉണ്ടാവുമ്പോൾ കുറെ നെഗറ്റീവ്സ് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും ആദ്യമായിട്ട് ആൾക്കാർ മനസ്സിലാക്കാനുള്ള കാര്യം. ഇപ്പൊ ഒരു പാമ്പ് കടി ഉണ്ടാവുമ്പോ പിന്നെ പാമ്പുകളെല്ലാം അങ്ങ് തല്ലി കൊന്നൂടെ, അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. പാമ്പ് എന്ന് പറയുന്ന ജീവി നമ്മുടെ ഭൂമിയില് വർഷങ്ങളായി ഉള്ള ജീവിയാണ്. അത് ഇന്നോ ഇന്നലെയോ പ്രത്യക്ഷപ്പെട്ട ഒരു ജീവിയല്ല. അപ്പോ ഇതിനു മുമ്പ് പണ്ടൊക്കെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുള്ള, ഇപ്പൊ നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ കാണുവാണെങ്കിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു മൂർഖമാമിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, മൂർഖമാമ്പിനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രസൻസ് അറിയിക്കാൻ അത് ചിലപ്പോൾ പത്തിയെടുത്ത് നിൽക്കും. അത് കാണുമ്പോൾ നമുക്ക് പേടിയുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് പേടിയായിട്ട് തോന്നും. അല്ലാതെ അത് ഒരിക്കലും നമ്മൾ കുറച്ചു സമയം മിണ്ടാതിരുന്നാൽ അത് പത്തി താഴ്ത്തി ഇഴഞ്ഞു പോകും. അല്ലാതെ ഒരിക്കലും അത് വന്ന് നമ്മളെ ഉപദ്രവിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം എന്റെ അനുഭവത്തിൽ ഇതുവരെയും ഒരിടത്തും ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ അറിയാതെ അതിന്റെ പുറത്ത് ചവിട്ടുകയോ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോഴാണ് ശരിക്കും ബൈറ്റ് ഉണ്ടാകുന്നത്. ആ ബൈറ്റ് ഉണ്ടാക്കുന്നത് അതിന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മാർഗമാണ് വെനം ഇഞ്ചെക്ട് ചെയ്ത് ബൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ അനാവശ്യമായിട്ട് ഒരു പാമ്പും ഒരാളെയും വന്ന് കടിച്ചങ്ങനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ പോകുന്നൊരു പിന്നെ അതിനറിയില്ല ഇതിപ്പോ എന്താണ് മനുഷ്യരുടെ. കാരണം അതിന് വിഷൻ ക്ലിയർ അല്ല. അതിനറിയില്ല ഇത് കൈയാണോ എലിയാണോ എന്താണ് എന്നുള്ളത്. അതിന്റെ പുറത്ത് പിടിക്കുകയോ വല്ലതും ചെയ്യുമ്പോൾ അതിന് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു മാർഗത്തിന് വേണ്ടിയാണ് അത് ബൈറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോ അറിഞ്ഞ വാർത്ത വളരെ വളരെ വിഷമമുള്ളതാണത്. ഒരു സംശയം കൂടിയുണ്ട്. പ്രധാനമായി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോളുകൾ കാണുന്നുണ്ട്. ഈ അണലി 360 ഡിഗ്രി നമ്മളെ തിരിഞ്ഞു കടിക്കുന്ന ഒരു പാമ്പാണ്. അതിനിങ്ങനെ നമ്മൾ അതിനെ അങ്ങോട്ട് പ്രവോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അതിന് കടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ കടിക്കും. അങ്ങനെയുള്ള ഒരുപാട് ട്രോളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഈ അണലി നമ്മളെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാതെ നമ്മളെ കടിക്കുന്ന ഒരു പാമ്പാണോ? അണലി വേറൊരു ടൈപ്പ് ഓഫ് സ്നേക്ക് ആണ്. ഇപ്പൊ മൂർഖനെ പോലെയല്ല അണലിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ മൂർഖൻ പാമ്പിന്റെ പുറകിൽ നമ്മൾ നിന്ന് എന്തെങ്കിലും ചെയ്താലും അത് അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അണലി അങ്ങനെയല്ല, ഹീറ്റ് സെൻസിറ്റീവ് കൂടിയാണ്. അണലിയുടെ വാലിനടുത്ത് നമ്മൾ വെറുതെ ചെന്ന് നിന്നാൽ ഉടനെ ഒന്നും അത് ബൈറ്റ് ചെയ്യില്ല. നമ്മളിതിനെ റെസ്ക്യൂ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മളിതിന്റെ വാലിൽ പിടിക്കുമ്പോൾ ഇത് തിരിഞ്ഞു വന്ന് കടിക്കാറുണ്ട്. പക്ഷെ മൂർഖൻ പാമ്പിന്റെ വാലിൽ നമ്മൾ പിടിക്കുമ്പോൾ മൂർഖൻ അങ്ങനെ തിരിഞ്ഞു വന്ന് നമ്മളെ ബൈറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല. പക്ഷെ അണലിയാണെങ്കിൽ അത്തരത്തിൽ ബൈറ്റ് ഉണ്ടാക്കുന്നത് ഓരോ പാമ്പിനും അതിൻ്റെതായ, നമുക്ക് മനുഷ്യർക്ക് ഓരോ സ്വഭാവമുള്ളത് പോലെ അവർക്ക് അതിൻ്റെതായ സ്വഭാവം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അണലിയുടെ ആ ഒരു രീതി അങ്ങനെയാണ്. അത് 360 ഡിഗ്രിയിൽ അതിന് തിരിഞ്ഞു വന്ന് ബൈറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തറയിൽ കുത്തി ഉയർന്ന് പൊങ്ങി ചാടി കടിക്കാനുള്ള ഒരു കഴിവ് അണലിക്കുണ്ട്. പക്ഷെ മൂർഖൻ പാമ്പൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്നുള്ള. അപ്പൊ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പാമ്പ് അണലിയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഒരു സ്നേക്ക് ക്യാച്ചർ കൂടി ആയതുകൊണ്ട് രോഷിനിയോട് എന്തുകൊണ്ടും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ വേനൽ തുടങ്ങിയ ഒരു സമയത്ത് ഇപ്പോൾ അധികം പാമ്പുകൾ എത്തുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു വിഭാഗം പാമ്പ് അത് ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത് മൂർഖൻ പാമ്പാണ്. മൂർഖൻ, പിന്നെ പൈത്തൺ കിട്ടാറുണ്ട്, പെരുമ്പാമ്പ് കിട്ടാറുണ്ട്. ക്രേറ്റ് കുറവാണ് കേട്ടോ. ക്രേറ്റിന്റെ എണ്ണം ഞാൻ പറഞ്ഞില്ലേ കുറവാണ്. അണലി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് കോബ്രയാണ്. സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന നമ്മുടെ മൂർഖൻ പാമ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നാട്ടുപുറത്ത് കാണപ്പെടുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. നന്ദി രോഷിനി, വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറിയതിന്. ഈ ഒരു വേനൽക്കാലത്ത് പാമ്പുകൾ ഏറെ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. മഴക്കാലത്താണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഈ പാമ്പ് കടി ഏൽക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ പോലും ഇരിക്കാൻ ഭയമുള്ള ഒരു സമയമാണ്. ഇങ്ങനെ വാർത്തകളൊക്കെ പുറത്തു വരുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി രോഷിനി. പൂർണ്ണമാവുന്ന ബുള്ളറ്റിൻ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.